ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു 3 പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ചിക്കൻ ബിരിയാണി. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ക്ലീൻ ചെയ്ത് പാൻ അതിലോട്ട് 300 ഗ്രാം ബിരിയാണി കട്ടായിട്ടുള്ള ചിക്കൻ, അതിനുശേഷം സ്ലൈസ് ചെയ്തിട്ടുള്ള ഓനിയൻ 2 സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള സവോള ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം 1.5 ടൊമാറ്റോസ് സ്ലൈസ് ചെയ്തത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം കൊറിയാണ്ടർ 5 ഗ്രാം, ഒരു കറി ലീഫ്, ഒരു സ്പ്രിംഗ് കറി ലീഫ് ഇടുക. ഇട്ടതിന് ശേഷം അടുത്തത് നമുക്ക് 15 ഗ്രാം ഗാർലിക്, 10 ഗ്രാം ജിഞ്ചർ, 4 ഗ്രീൻ ചില്ലി നല്ലപോലെ ക്രാഷ് ചെയ്തിട്ട് ഇത് അതിനോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം സോൾട്ട് ആവശ്യത്തിന്, അതിനുശേഷം 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ, 1 ടേബിൾ ടീസ്പൂൺ ബിരിയാണി മസാല പൗഡർ, അതിനുശേഷം 1 ലെമൺ സ്ക്യൂസ് ചെയ്ത് 1 ലെമൺ ആഡ് ചെയ്യുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ യോഗട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ യോഗട്ട് ആഡ് ചെയ്യുന്നതിന് മുന്നേ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 45 മിനിറ്റ് വെക്കുക. വെച്ചതിന് ശേഷം ഇതിനകത്തോട്ട് 50 ml ഗീ ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് നേരം വെച്ചതിന് ശേഷം വേറൊരു പാൻ ചൂടാക്കി അതിലോട്ട് 20 ml ഓയിൽ, 10 ഗ്രാം ബട്ടർ ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം 2 ഗ്രാം ബോൾ ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്കായ എല്ലാം കൂടിയിട്ട് സോട്ട് ചെയ്യുക. അതിനുശേഷം ഹാഫ് സ്ലൈസ്ഡ് ഒനിയൻ അത് ആഡ് ചെയ്തതിന് ശേഷം നല്ല ബ്രൗൺ കളർ വരെ ആഡ് ചെയ്യുക. അതിനുശേഷം 5 ഗ്രാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. നല്ലപോലെ സോട്ട് ചെയ്യുക. അതിനുശേഷം 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. നല്ല വെള്ളം ഇതിനകത്തോട്ട് 2.5 കപ്പ് വെള്ളം ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന്, ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിൻ്റെ. അതിനുശേഷം 1 ഗ്രാം മല്ലി, 1 ഗ്രാം മിൻറ്റ് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം 1.5 കപ്പ് അരി, കൈമ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 പ്രാവശ്യം വാഷ് ചെയ്തിട്ടുള്ള കൈമ റൈസ് വെള്ളം കഴിയുന്നവരെ ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തതിന് ശേഷം നമ്മുടെ മാരിനേഷൻ ചെയ്ത ചിക്കനിലോട്ട് മുകളിലൂടെ റൈസ് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് 1 ഗ്രാം കൊറിയാണ്ടർ ചോപ്പ് ചെയ്ത്, 1 ഗ്രാം മിൻറ്റ് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ഒരു സവോള തിന്നായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു സവോള മുകളിലൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് നല്ലപോലെ ഞാനിവിടെ സിൽവർ ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഒരു 20 മിനിറ്റ് ഹൈ ഫയറിലും ഒരു 30 മിനിറ്റ് സ്ലോ ഫയറിലും കുക്ക് ചെയ്യണം, ദം ചെയ്യണം. ദം ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് നമ്മൾ നോർമലി വെക്കണം. വെച്ചതിന് ശേഷം ഒരു 2 ടീസ്പൂൺ റോസ് വാട്ടർ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ് വാട്ടർ തെളിച്ച് കൊടുക്കുക. തെളിച്ച് കൊടുത്തതിന് ശേഷം ദമ്മ് നല്ലപോലെ പൊട്ടിക്കാവുന്നതാണ്. റോസ് വാട്ടർ നമുക്ക് ഫസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യുക, ലാസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യുക. അത് നിങ്ങളുടെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിക്കനെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി സർലാസ്, അതുപോലെ തന്നെ നല്ല നാരങ്ങച്ചാറ്, നല്ല അടിപൊളി കോമ്പിനേഷൻ. എല്ലാവരും ട്രൈ ചെയ്യുക. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. 35 to 40 മിനിറ്റ് ഇതിൻ്റെ കുക്കിംഗ് ടൈമാണ്. അതിനുശേഷം ദം ടൈം സെപ്പറേറ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.